വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത്. ഈ ചോദ്യമൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കോൾ എനിക്ക് തിരിച്ചിങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വിട്ട് പറഞ്ഞ് നിനക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വളരെ നമ്മൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയാം. കാര്യം വെച്ചാൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഒന്നും തന്നെ കാണത്തില്ല. പക്ഷെ അവിടെ ഒരു നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, അവരുടെ മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ രണ്ടിൽ കൂടുതൽ അവാർഡ്സ് മാമിന് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെ കിട്ടിയിരിക്കുന്ന ഭരതനാട്യം എന്ന കലയിലൂടെയാണ് മാമിന് കിട്ടിയിരിക്കുന്നത്. സോ ആദ്യമായിട്ട് ചെലങ്കണിഞ്ഞ ആ ഒരു മൊമെന്റ് മാം ഇപ്പൊ അതാലേക്ക് മാമിനുള്ള എന്താ തോന്നുന്നേ? ആദ്യമായിട്ട് ചെലങ്ക അണിഞ്ഞത് എന്ന് പറയുമ്പോൾ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ദിവസമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെലങ്ക ഇപ്പൊ ദക്ഷിണ വെച്ചിട്ട് നമ്മുടെ ഗുരുവിന് ദക്ഷിണ വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെലങ്ക അപ്പം കിട്ടില്ല. അരങ്ങേറ്റം എന്ന് പറയുന്നത് ആ ഒരു വലിയ മുഹൂർത്തത്തിലാണ് നമുക്ക് എന്താ പറയുക ചെലങ്ക അണിയാൻ സാധിക്കുന്നത്. എൻ്റെ അരങ്ങേറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല അരങ്ങേറ്റമായിരുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് എന്താ പറയുക വളരെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്താ പറയുക അച്ഛനും അമ്മയ്ക്കും അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. നമ്മളങ്ങനെ പഠിക്കണമെന്നുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇവൻ കളിക്കും അല്ലെങ്കിൽ ഇവൻ പാടുമെന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നു. നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പഠിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല പഠിച്ചു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ അരങ്ങേറ്റത്തിന് അവർക്ക് അവരുടെ കോസ്റ്റ്യൂം വേണം, അവരുടെ മേക്കപ്പ് വേണം, അവരുടെ ജ്വല്ലറി വേണം, അങ്ങനെ പല പല കാര്യങ്ങൾ വേണം. എൻ്റെ അരങ്ങേറ്റത്തിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല അരങ്ങേറ്റത്തിന്, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല അരങ്ങേറ്റത്തിന്. കാരണം എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ, ഒരു മേജർ ആക്സിഡൻറ്റിൽ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ അവിടെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അരങ്ങേറ്റം കാണാൻ സാധിക്കില്ല എന്നല്ല, അവർക്കതിന് വരാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ചേട്ടൻ്റെ കൂടെ ആൾക്കാർ അവിടെ നിൽക്കണം. അപ്പോൾ അവരവിടേക്ക് പോയി. അപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് ഡാൻസൊക്കെ പഠിച്ച് ആ ഗ്രൂപ്പിൽ എനിക്കും അരങ്ങേറ്റമുണ്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സില്ല. അന്നിപ്പോൾ കളിക്കാനുള്ളതാ. ഡ്രസ്സില്ല, ചെലങ്കയില്ല, ജ്വല്ലറി ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാനിത് എന്താ പറയുക, അപ്പം നമുക്ക് തിരിച്ചറിവായിട്ടുള്ളൊരു പ്രായമാണ്, വളരെ തിരിച്ചറിവായിട്ടുള്ളൊരു പ്രായമാണ്. ഏകദേശം ഒരു 13-14 വയസ്സൊക്കെ ആയിട്ടുണ്ടാകും ആ സമയത്ത്. അപ്പോൾ ടീച്ചറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എനിക്ക് തരുമോ എന്നുള്ള രീതിയിൽ. ടീച്ചറാണെങ്കിൽ എന്താ പറയുക ആകെ കൂടെ കുറച്ച് ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. കാര്യം ഓരോ കുട്ടിയും ഇത്ര എമൗണ്ട് വെച്ച് കൊടുക്കണം. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ കളിക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ട് ടീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ടീച്ചർ ആഗ്രഹിക്കുന്നില്ല. കാര്യം ഞാൻ പൈസ കൊടുത്തിട്ടില്ല. എൻ്റെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ആരുമില്ല. ഒടുവിൽ ഒരു ചേട്ടൻ, അന്ന് അവിടെ ഡാൻസ് കളിക്കാൻ വന്നൊരു ചേട്ടൻ, ആ ചേട്ടന് 2 ഡ്രസ്സ് ഉണ്ടായിട്ട് ആ ചേട്ടൻ്റെ ഒരു ഡ്രസ്സാണ് എനിക്ക് തന്നത്. ആ ഡ്രസ്സ് തന്നത് ചെലങ്കയില്ല. ഒരു കൊച്ചു കളിച്ചിട്ട് ആ കൊച്ചിൻ്റെ ചെലങ്ക കളിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ചെലങ്ക കിട്ടിയിട്ടാണ് ഞാൻ കളിച്ചത്. അങ്ങനെയായിരുന്നു എൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ അരങ്ങേറ്റം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗ്രാൻഡായിട്ടൊന്നും അല്ല നടത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് റിയലി എന്താ പറയുക, എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ അരങ്ങേറ്റത്തെ പറ്റിയിട്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം ഭയങ്കര ഒരു ഫാക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ പണത്തിനേക്കാൾ ഉപരി നമുക്ക് മനുഷ്യരെ എന്താ പറയുക പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ മനസ്സിന് സാധിക്കും. ഇപ്പോൾ എന്താ പറയുക ഇമോഷണലായി പോയി തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. അല്ല, എൻ്റെ അരങ്ങേറ്റത്തെ പറ്റി ഞാനത് ഓർത്തപ്പോൾ അതുകൊണ്ടാണ് അറിഞ്ഞത്. ഒന്നുമില്ലാതെ, കാര്യം ഞാനൊരു ചെറിയ കുട്ടിയാണ്. അപ്പം നമുക്കൊന്നുമില്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷകളാണ് നമ്മുടെ ആ സമയത്ത് നമുക്കിങ്ങനെ എത്തും.
നമുക്കെല്ലാം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ചേട്ടൻ്റെ അടുത്താണ്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താകും, ഒന്നും കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, പിന്നെ ഞാൻ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ പല ആൾക്കാരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരോർക്കണം ഞാനൊരു ചെറിയ കുട്ടിയാണ്, ഞാൻ വലിയൊരാളല്ല. അപ്പം അതിനുശേഷം എന്നെ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ പല പ്രാവശ്യം പലരുടെ മുൻപിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇന്നും വളരെ നന്നായിട്ട് ഓർക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ചെലങ്ക കെട്ടിയ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ ഒരു അരങ്ങേറ്റം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റിലെ ചെലങ്ക കെട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതത്രയും നല്ലതായിരുന്നില്ല. അത്രയും സ്നേഹത്തോടെ അത്രയും കരഞ്ഞ് മാമിന് ആദ്യമായിട്ടുണ്ടായിരുന്ന ആ ഒരു അനുഭവം അത്രയും വിഷമമുള്ള അനുഭവമാണ്. എനിക്ക് തോന്നുന്നു അത്രയും പ്രതിസന്ധികൾ നേരിട്ടത് കിട്ടിയത് കൊണ്ടായിരിക്കാം ആ ചലങ്ക് ഇന്നും മാമിനെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, എനിക്ക് എന്താ പറയുക, അതിൽ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങൾ എനിക്കൊന്നും ഇല്ല. കാര്യം എൻ്റെ അന്നത്തെ ആ ഒരു വളരെ കൈപ്പേറിയ അനുഭവം എനിക്ക് എൻ്റെ ഡാൻസ് ജീവിതത്തിൽ, കലാജീവിതത്തിൽ ഒരുപാട് മധുരം തന്നിട്ടുണ്ട്. ഒരുപാട് മധുരം എനിക്ക് തന്നിട്ടുണ്ട്. ആ മധുരം ഞാൻ മറ്റുള്ള പലർക്കും ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ച ആ വേദനയും ഇനിയും ഒരു കുട്ടി എൻ്റെ കൺമുമ്പിൽ അനുഭവിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, പൈസ ഇല്ലാതെയും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പൈസ ഇല്ലാതെയും കുട്ടികളെ, കാര്യം വെച്ചാൽ എല്ലാവരും ഇപ്പം ഡാൻസ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല എക്സ്പെൻസീവ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫോമിനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും, നൃത്തം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആൾക്ക് കഴിവുണ്ടെങ്കിലും അതിൽ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലാണ് ഇപ്പം നമ്മുടെ ഒരു കലയുടെ പോക്ക് പോകുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ആണോ, കുഴപ്പമില്ല, വരൂ, പഠിക്കാം, ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം അന്ന് എൻ്റെ കയ്യിൽ ഡ്രസ്സില്ലായിരുന്നു, ചലങ്കയില്ലായിരുന്നു, ജ്വല്ലറി ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എന്താ പറയുക, ഒരു 10 പേർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ചലങ്കയോ ഒക്കെ എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ ഒരു വലിയൊരു എന്താ പറയുക അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാര്യം ഈ പറയുന്നത് പോലെ പൈസയുടെ പുറകിലേക്കാണ് എല്ലാവരും ഓടുന്നത്. പണം 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ആരും മനുഷ്യനായി കാണുന്നില്ലായിരുന്നു. ഞാൻ അന്നാണെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഇങ്ങനെയാണ് എന്നുള്ളത്. അതിന്നും ഞാൻ എന്തുകൊണ്ട് വളരെ എന്താ പറയുക ദുഃഖത്തോടുകൂടി ഓർക്കുന്നു. എനിക്ക് ഇന്ന് ഈ പറഞ്ഞ നാഷണൽ അവാർഡോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അവാർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡോ ഇത് ഉണ്ടെങ്കിൽ പോലും എൻ്റെ അന്നത്തെ ആ ഒരു അനുഭവം ഇന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഞാൻ ദുഃഖിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്രയും കലയിൽ ഇത്രയും അംഗീകാരം നേടിയ വ്യക്തിയാണ് മാം. സോ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മാമിന്റെ ഹോം ടൗണിൽ നിന്ന് മാമിന് എത്രത്തോളം ആ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്? ഒന്നും ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഭയങ്കര ഒരു പെയിൻഫുൾ ആണ് അല്ലേ? അത് പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പറയുന്നത് അല്ലേ? ഇപ്പം എന്താ പറയുക, ഞാൻ എൻ്റെ നാട്ടുകാർക്ക് ഇപ്പോഴും എന്താ പറയുക ഒന്നിനും കൊള്ളില്ലാത്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴും അതെ. ഞാനിപ്പോൾ എന്താ പറയുക, ഞാനിപ്പം ആദ്യം ആൺകുട്ടിയായിരുന്നു, അതിനുശേഷം ഇപ്പം അവൻ പെണ്ണായിട്ട് മാറി, ഇപ്പം പെണ്ണായിരിക്കുന്നു, തോന്നിയാസം കാണിച്ച് നടക്കുന്നു, അതൊക്കെ തന്നെ. അപ്പം അതിൽ ഞാൻ ശരിക്കും പറഞ്ഞില്ല എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതോ അല്ലെങ്കിൽ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചതോ ഇന്റർനാഷണൽ അവാർഡ് വാങ്ങിച്ചതോ ഇതൊന്നും അവിടെ അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവർക്ക് എപ്പോഴും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഈഗോ ആണ് അവർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അതാരും അധികം അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതിന്റെ കുറവാണോ അതോ മാമിന് ഈ ഒരു ട്രാൻസ് വുമൺ ആ ഒരു മേഖലയിൽ നിന്ന് വന്നതിന്റെ അതിന്റെ ഒരു ഇതിലാണോ അവരിങ്ങനെ ഈ കേരളത്തിൽ നിന്നായിക്കോട്ടെ, മാം ആലപ്പുഴ അവിടെ നിന്നായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, ഈ ഒരു മാമിന് അത്രയും സ്വീകരിക്കാതെ ഇരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നാണ് മാമിന് അത് തോന്നുന്നത്? അല്ല, എനിക്ക് ശരിക്കും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം അറിവില്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇതിനെ പറ്റിയിട്ട് അറിവില്ല. ഇപ്പം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സമയത്താണെങ്കിൽ പത്രങ്ങളും ചാനലുകളായ ചാനലുകളിലും ഒക്കെ ന്യൂസ് ചാനലുകളിലൊക്കെ റിപ്പോർട്ടും വാർത്തകളൊക്കെ വന്നിരുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മളുടെ വീടിന്റെ അടുത്തുള്ള വീടുകളിലും പത്രങ്ങളും വരുന്നുണ്ട്, അവർ വാർത്തകളും കാണുന്നതാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന് ശേഷമാണെങ്കിൽ പോലും അതിന് മുന്നേ ആണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഇപ്പം എന്താ പറയുക, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കാണെങ്കിലും അവർക്ക് ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കലേക്ക് അവർ വരും. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വരും. എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. പൈസ, അതായത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ വരും. വരുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഒരു കലാകാരിയാണ്, നമുക്ക് ഇന്നത് കിട്ടിയതാണ്, അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട് അവർ ഒരു വർത്തമാനവും പറയില്ല, ഒന്നും സംസാരിക്കും, നല്ല വർത്താനം പോലും ഒന്നുമില്ല. ഒന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടാത്ത ഒരു ഇതാണ്. എൻ്റെ നാട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ആ ജില്ലയിൽ നിന്നാണെങ്കിലും. പക്ഷേ ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എത്തിയതിന് ശേഷം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് നല്ല വ്യക്തികൾ എനിക്ക് നല്ല രീതിയിൽ ഒരു സ്വീകാര്യത തന്നിട്ടുണ്ടെന്നുള്ളത് പറയാം. അല്ലാതെ എൻ്റെ നാട്ടിൽ നിന്നും എനിക്ക് അത്, പക്ഷേ എനിക്ക് നാട്ടുകാർ തന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് നാട്ടുകാർ തന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കത്തില്ല. ഓക്കെ, അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാമിനെ ട്രാൻസ് വുമൻസ് ആയിക്കോട്ടെ, എല്ലാ സാധാരണക്കാരായിക്കോട്ടെ, ഒരുപാട് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ മാമിൻ്റെ കാഴ്ചപ്പാടിൽ അതെങ്ങനെയാണ്? റിലേഷൻഷിപ്പ് എന്ന് പറയണത് അതൊരു ഷിപ്പാണ്, അറിയാമല്ലോ. ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി വാട്ട് ഇസ് ഷിപ്പ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതാണ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പല പല ഷിപ്പുണ്ട്, പാർട്ട്ണർഷിപ്പുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഷിപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് പാർട്ട്ണർ, ലൈഫിൽ നമ്മുടെ കൂടെ എന്നും നിൽക്കാനായിട്ട് ഒരു വ്യക്തി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ കണ്ടെത്തുകയും ആ വ്യക്തിയെ കൂട്ടത്തിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും, ആ വ്യക്തിക്കാണെങ്കിലും എനിക്കാണെങ്കിലും മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിലും രണ്ടുപേർക്കും നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസ് വുമണായ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം, ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ കലയെ മാത്രമാണ് ഞാൻ കൂടുതലും നോക്കിക്കാണുന്നത്. എനിക്ക് കലാപരമായിട്ട് വളരെ ഉയരങ്ങളിലെത്തണം, അല്ലെങ്കിൽ എന്താ പറയുക, കലയിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈവൻ ദോ നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മുടെ ഉള്ളിലും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട്, അല്ലേ? നമുക്കിപ്പം ഏതൊരാളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലെ ആ പച്ചയായിട്ടുള്ള മനുഷ്യന് വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളുടെ മനസ്സിൽ ഒരു വികാരം തോന്നുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോടോ സ്നേഹം തോന്നും. അത് നമ്മൾ അത് ഒരു പ്രകൃതിയുടെ ഒരു നിയമം പോലെ നമുക്കത് പ്രകടിപ്പിക്കും. നമ്മൾ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുമായിട്ടായിരിക്കും പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര. അത് നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ പോകും, അല്ലെങ്കിൽ ചിലപ്പം അങ്ങോട്ട് നന്നായിട്ട് ഈ ഷിപ്പ് അങ്ങോട്ട് കുറച്ച് ഓടുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പൊട്ടിപ്പോകുന്നത്. അപ്പം അതവിടെ തകർന്നു വീഴും. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷിപ്പാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ പോകും, ഒരു പ്രശ്നമില്ലാതെ കുറേ നാൾ പോകും. പിന്നെ ചില ഷിപ്പിൻ്റെ എന്താ പറയുക, ഓയിൽ തീർന്നു പോകുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലൈഫിൽ എന്താ പറയുക, ഞാൻ റിലേഷൻഷിപ്പിൻ്റെ ഈ പറഞ്ഞ ഫെയിലിയറിൻ്റെ കാര്യം പറഞ്ഞ് അത് ഞാൻ വളരെ അതിൻ്റെ ഒരു കയ്പും അതിൻ്റെ മധുരവും അതിൻ്റെ പുളിപ്പും ഒക്കെ വളരെ നല്ല രീതിയിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്താ പറയുക, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, പിന്നെ രണ്ടിനെയും ബാധിക്കാത്ത രീതിയിലുള്ളതുമുണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയും വഴികൾ പിന്നിട്ട മാം വന്നത്, അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് മാം ഇപ്പോഴും ഭയങ്കരമായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ഓക്കെ, ഞാൻ പറയാം. ഈ ചോദ്യമൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയാണ്. ഓക്കെ, എൻ്റെ അമ്മയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി. ഞാൻ ഏത് നാട്ടിലാണെങ്കിലും രാവിലെ വിളിക്കും, അമ്മയോട് സംസാരിക്കും, ഉച്ചയ്ക്ക് വിളിക്കും. അപ്പം US ലായിരുന്ന സമയത്ത് ഈ നമ്മുടെ എന്താ പറയുക,
ഡേ നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് കോളിംഗ് സിസ്റ്റം ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അമ്മയായിരുന്നു എൻ്റെ എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഡെയിലി വിളിക്കും. ഡെയിലി ഞാൻ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ആ ഒരു റുട്ടീൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ US മാത്രമല്ല, ഞാൻ പല പല കൺട്രീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ US തന്നെ മിസ്റ്റർ ബ്രിട്ടി ജോൺസ് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഡയറക്ടറുടെ ഒരു പ്രൊഡക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തിയേറ്റർ ആക്ടർ കൂടെയാണ് ഞാൻ. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രോഗ്രാം വന്നു. പ്രോഗ്രാംസിന് ഞങ്ങൾ US മാത്രമല്ല വേറെ പല കൺട്രീസിലും നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ജർമ്മനിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ജർമ്മനിയിലേക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സുഖമില്ല എന്നുള്ള ഒരു വാർത്ത ഞാനിങ്ങനെ അറിഞ്ഞു. ചെറിയ ഒരു ഇതാണ്, സുഖമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും പറഞ്ഞ ചെറിയൊരു സുഖമില്ലായ്കയല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, ലേറ്റായിട്ടാണ് ഞാൻ ആ ഒരു കാര്യം അറിയുന്നത്. അപ്പം അങ്ങനെ ഞാൻ സാധാരണ വിളിക്കുന്നത് പോലെ അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പം വിളിച്ചു. അപ്പോൾ കുറച്ചൊരു വയ്യായികയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അങ്ങനെ ജർമ്മനിയിലെത്തുമ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൊബൈൽ ആയിക്കോട്ടെ, നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഡ്രോപ്പായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടുത്തെ വൈഫൈ കണക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫോണിൽ എത്രത്തോളം ആൾക്കാർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ അവിടെ ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസും മെസ്സേജസ് ഇങ്ങനെ കുറേ വന്ന് കിടക്കുന്നത്. അപ്പം ഞാൻ അടുത്തത് എന്താണ് ഇങ്ങനെ, എല്ലാം നാട്ടിൽ നിന്നുള്ള നമ്പറിൽ നിന്നാണ്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള നമ്പറാണ് ഇങ്ങനെ, എന്താണ് ഇങ്ങനെ ഇത് പ്രശ്നം. അപ്പം ഞാൻ ഒരു കാര്യം, ഞാൻ തിരിച്ച് നമുക്ക് വാട്സാപ്പ് കോള് പോലത്തെ കോളുകളൊക്കെ ചെയ്യാൻ പറ്റും. അത് ഞാനിങ്ങനെ നോക്കിയിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അമ്മേൻ്റെ ഫോണിലേക്കാണ് ഞാൻ ഏറ്റവും ആദ്യം വിളിച്ചത്, എടുക്കുന്നില്ല. പിന്നെ അപ്പം എനിക്ക് അന്ന് രാത്രിയിൽ ഫ്രാങ്ക്ഫർട്ടിൽ കോൺസേർട്ട് ഉണ്ട്. ഞങ്ങളുടെ കോൺസേർട്ടാണത്. അത് വലിയൊരു മേജർ ഷോ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക, ആ കോൺസേർട്ടിന് എല്ലാവരും റെഡിയാവണം. നമുക്ക് രാവിലെ പ്രാക്ടീസ് ഉണ്ട്, സ്റ്റേജ് റിഹേഴ്സൽസും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്കിതിനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെ നിന്നൊന്നും റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നില്ല. എന്താണ് ഇതിന് മാത്രം കോൾസ് എന്തിനാണ് വിളിച്ചത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു കോൾ എനിക്ക് തിരിച്ചിങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ്, നിനക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിനക്ക് നാട്ടിലേക്ക് വരാൻ പറ്റും? ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല, എനിക്കിന്ന് കോൺസേർട്ട് ഉള്ളതാണ്, അതുകൂടാതെ എനിക്ക് വേറെ കൺട്രീസിൽ പ്രോഗ്രാം ഉള്ളതാണ്, എനിക്ക് വരാൻ പറ്റില്ല, എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഓക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഫോൺ കട്ട് ചെയ്തു. ഞാനല്ല ഫോൺ കട്ട് ചെയ്തു, അവിടെ ഫോൺ കട്ട് ചെയ്തു. പിന്നെ എന്നെ വിളിക്കുന്നത് അച്ഛൻ പെങ്ങളാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു ഇങ്ങനെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് അപ്പം ഞാൻ ഇങ്ങനെ, ഞങ്ങളെല്ലാവരും റിഹേഴ്സലിന് അവിടെ ചെല്ലണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റിഹേഴ്സലിന് ചെല്ലണം, ആ രീതിയിലൊക്കെ അങ്ങ് നിൽക്കണം. അങ്ങനെ എന്താ പറയുക, ഈ കോൾ എന്നെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും മെസ്സേജസും കോളുകളും എന്നെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്താണെന്നുള്ളത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഒടുവിൽ എനിക്ക് ഇങ്ങോട്ട് കോൾ വന്നു. അപ്പം ഞാൻ ആദ്യം ചോദിക്കുന്നത് അമ്മ എവിടെ എന്നാണ് ഞാൻ ചോദിക്കണത്. എൻ്റെ അമ്മ എവിടെയെന്നാണ് ചോദിക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചി അച്ഛൻ പെങ്ങൾ എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ, അന്ന് പറഞ്ഞേക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. എനിക്ക് അത്ര വലിയൊരു സുഖമില്ലായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്താ പറയുക, അമ്മയ്ക്ക് ഇതുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ആയിരുന്നു. അമ്മയ്ക്ക് അത് കൂടി സ്ട്രോക്ക് വന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 5-6 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ട്രാവലിങ്ങിലായിരുന്നു. അപ്പോൾ ആ ട്രാവലിംഗ് ടൈമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവരെന്നെ വിളിക്കാൻ ശ്രമിച്ചത്, എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ എത്തിപ്പെടട്ടെ എന്നുള്ള രീതിയിൽ വന്നത്. അങ്ങനെ എന്താ പറയുക, അമ്മയുടെ കാര്യം കംപ്ലീറ്റ്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വരൂ, പിന്നെ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് സീരിയസ് ആണെങ്കിൽ ഇത്ര പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞു. ഞാനിങ്ങനെ കുത്തി ചോദിച്ചു. അപ്പോഴത്തേക്ക് ചേച്ചി എന്തേലും ചോദിച്ചു. അച്ഛൻ എൻ്റെ ആദ്യം മരിച്ചു പോയിരുന്നു. ചേച്ചി എവിടെയെന്ന് ചോദിച്ചു. ചേച്ചി അപ്പം അവരാരും ഇല്ല,
ആരുടെയും ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് കരച്ചിലാണ് കേൾക്കുന്നത്. ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ കോളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ കരയുന്നത് കേൾക്കാൻ പറ്റും. അപ്പം എനിക്ക് സംതിങ് എനിക്ക് ഭയങ്കര ഫിഷിയായിട്ട് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ എന്താണെന്ന് എനിക്ക് ഇതായി. ഒടുവിൽ അവർ പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം കൂടുതലായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായി, നീ പെട്ടെന്ന് ഇവിടെ വരണം എന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ഏതൊരാളെയും പോലെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അമ്മ മരിച്ചു. അന്നത്തെ ആ ദിവസം അമ്മ മരിച്ചു. പക്ഷേ എന്താ പറയുക, അന്ന് രാത്രിയിൽ എനിക്ക് കോൺസേർട്ട്, ഞാൻ പറഞ്ഞല്ലോ അന്ന് എനിക്ക് കോൺസേർട്ട് ഉണ്ട്. അപ്പോൾ എനിക്കത് അവിടെ നിന്ന് പോയേ പറ്റത്തുള്ളൂ. ഞാനവിടെ ആ ഒരു പ്രൊഡക്ഷൻ്റെ മേജറായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുകയാണെന്ന് തിയേറ്ററിൽ. മേജറായിട്ടുള്ളൊരു ക്യാരക്ടർ ഞാനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പനിയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അവരുടെ ആ ഒരു റെപ്യൂട്ടേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ ഡയറക്ടർ എല്ലാവരും വന്നിട്ട് പറഞ്ഞു എല്ലാവരും വന്നിട്ട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്യാം പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാർ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് ഞാൻ യോഗ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വൈകുന്നേരം. അപ്പം പക്ഷെ എന്നെ ആരും സിമ്പത്തിയുടെ പുറത്ത് നോക്കരുതെന്ന് പറഞ്ഞു. ആരും സിമ്പത്തൈസ്ഡ് ആയിട്ട് എന്നെ നോക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് അന്ന് ആ വലിയ സ്റ്റേജിൽ വെച്ചിട്ട് മിസ്റ്റർ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ പ്രൊഡക്ഷനായിരുന്നു. ആള് വിളിച്ചു പറഞ്ഞു നമ്മൾ ഇന്ന് ഇവിടെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് ഇന്നയാളാണ്. ആളുടെ അമ്മ മരിച്ച് അവിടെ കിടക്കുകയാണ്. പക്ഷേ അത്രയും കമ്മിറ്റ്മെൻറ്റ് നമ്മളുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം എന്താ പറയുക നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൂടിയിരുന്ന ആ ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങളുള്ളൊരു തിയേറ്ററായിരുന്നു. അവിടെ ഇരുന്നവരെല്ലാവരും എണീറ്റും എനിക്ക് സ്റ്റാൻഡിങ് ഓവേഷൻ തന്നു. സോ ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്തതും എന്താ പറയുക ഭയങ്കര വേദനാജനകമായിട്ടുള്ളൊരു മൂമെൻ്റ് എൻ്റെ കലാജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു നമുക്ക് ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന നിമിഷം ഇനി വരാനില്ല. സന്തോഷ നിമിഷങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും എന്നും നമുക്ക് ഓർമ്മിക്കപ്പെടാനാണോ അല്ലെങ്കിൽ എന്താ പറയുക ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇതാണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മാമിൻ്റെ ഇനിയൊരു ഫ്യൂച്ചർ ജേണിയിലേക്ക് എല്ലാവിധ ആശംസകളും. ഇനി മാം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എന്താ പറയുക ഇതുപോലെ എന്താ പറയുക ഒരുപാട് കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാരെ ഇനിയും ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല, ഒരുപാട് ആൾക്കാർ ഇനിയും നമ്മളുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. കാര്യം ഒരുപാട് കലാകാരന്മാരെ ഇപ്പോഴും അറിയപ്പെടാതെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും നമ്മൾ അറിയപ്പെടട്ടെ, അവരുടെ കഴിവുകൾ ലോകം തിരിച്ചറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. സോ എല്ലാവർക്കും നന്ദി. താങ്ക് യു.